بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. നമ്മുടെ സലാത്തിൽ നിസ്കാരത്തിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഖുശൂ എന്നത്. ഖൽബ് കൊണ്ടും ജസദ് കൊണ്ടും ഖുശൂ ആയിരിക്കുക എന്നത്. ഖൽബ് കൊണ്ട് ഖുശൂ ആയാൽ അവന്റെ ശരീരവും ഖുശൂ ആകും. കാരണം ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നാവും, ശരീരം മുഴുവൻ നന്നാവും. അത് ദുഷിച്ചാൽ എല്ലാം ദുഷിക്കും. അത് ഖൽബാണ്. ഖൽബ് ഖുശൂ ആകാതെ ശരീരത്തിന് മാത്രം ഖുശൂ ഉണ്ടാകുന്നതിനെ നമ്മുടെ മുൻഗാമികൾ ഖുശൂ നിഫാഖ് എന്ന് വിളിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ നിസ്കാരം പോലെ, അള്ളാഹു കാക്കട്ടെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മളെവിടെയും തിരിഞ്ഞു നോക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുന്നു. നേരായ റുക്കുവും സുജൂദൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഖൽബ് എവിടെയൊക്കെയോ ആയിപ്പോയാൽ അതിന് പറയും അവന്റെ ജസദ് ഖാശിയാണ്, പക്ഷേ ഖൽബ് ഖാശി അല്ല. മുൻഗാമികൾ അതിനെ ഖുശൂ നിഫാഖ് എന്ന് വിളിച്ചിരിക്കുന്നു. ഖുശൂഇനെതിരാകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിലക്കിയിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലി അർ-റജുലു മുഖ്തസിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു ഒരാൾ മുഖ്തസിറായി നിസ്കരിക്കുന്നതിന്. മുഖ്തസിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാൾ തന്റെ ഖാസിറത്ത് എന്ന് പറഞ്ഞ ഊരക്ക് കൈകൊടുത്ത് നിസ്കരിക്കുക. നടുഭാഗത്തിനാണ് ഊര എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അത് ഖുശൂഇനെതിരാകുന്ന കാര്യമാണ്. ശരീരം കൊണ്ടും ഖൽബ് കൊണ്ടും ഖുശൂ ഉണ്ട്. അപ്പോ ശരീരത്തിന്റെ ഖുശൂഇന് എതിരാകുന്ന കാര്യമാണ് ഇത് ചെയ്യാറ്. ശരീരത്തിലെ പ്രവൃത്തി, നാവ് കൊണ്ടുള്ള പ്രവൃത്തി ഖൽബിൽ സ്വാധീനം ചെലുത്തും. നേരെ തിരിച്ചും ഖൽബിലത് ശരീരത്തിലും നാവിലും സ്വാധീനം ചെലുത്തുന്നത് പോലെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഖൽബിൽ സ്വാധീനമുണ്ടാക്കും. യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ വാക്കുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കലിമാത്തുകളും വിലക്കിയിട്ടുള്ളത്. വാക്കാണ്, പക്ഷെ റസൂലുള്ളാഹി അത് വിലക്കി. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച ഒരാള് മാഷാ അല്ലാഹു ശിഅത എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചത് അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ? മഅറൂഫായ കാര്യമാണ്, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ആ പറഞ്ഞ ആള് റസൂലുള്ളാഹിനെ അള്ളാഹ്ക്ക് നിദ്ദാക്കാൻ വേണ്ടി പറഞ്ഞല്ല കാര്യം എന്നത്. പക്ഷേ കലിമാത്തിന് പ്രത്യേകതയുണ്ട്. അത് ഖൽബിൽ അതിന്റെ തഅ്സീർ, അതിന്റെ സ്വാധീനം ഉണ്ടാക്കും. ചില റിവായത്തുകളിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായ അന്ന ദാലിക ഫിഅലൽ യഹൂദ്, കാരണം അങ്ങനെ നിസ്കരിക്കാന്നുള്ളത് യഹൂദികളുടെ രീതിയാണ്. അവരോട് എല്ലാ നിലക്കും എതിരാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അത് അവരുമായുള്ള ബറാഅത്തിൽ പെട്ടതാണ്. അവരോട് എതിരാവുക എന്നത്, മുസ്ലിമീങ്ങൾ ഒരുപോലെ ആയിരിക്കുക, അവരോട് എതിരാകുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇദാ ഖുദ്ദിമൽ അശാഉ ഫബ്ദഉ ബിഹി ഖബ്ല അൻ തുസല്ലുൽ മഗ്രിബ്. മുത്തഫഖുൻ അലൈഹി. ഇദാ ഖുദ്ദിമൽ അശാ, അശ കൊണ്ടുവരപ്പെട്ടാൽ, അശ എന്ന് പറഞ്ഞാൽ രാത്രിത്തെ ഇശാഇന്റെ നേരത്തെ ഭക്ഷണം, രാത്രി ഭക്ഷണത്തിനാണ് അശ എന്ന് പറയാം. അത് കൊണ്ടുവരപ്പെട്ടാൽ ഫബ്ദഉ ബിഹി, നിങ്ങൾ അതുകൊണ്ട് തുടങ്ങണം. ഖബ്ല അൻ തുസല്ലുൽ മഗ്രിബ്, മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ്. വേറെ ഇശാഇന് മുമ്പായാലും മഗ്രിബ്, ഈ സന്ദർഭത്തിൽ റസൂലുള്ള മഗ്രിബിനെ കുറിച്ച് പറഞ്ഞു. അതല്ലാത്ത സമയത്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭക്ഷണം കൊണ്ടുവച്ചാൽ അത് കഴിച്ചിട്ട് നിസ്കരിക്കുക. അങ്ങനെ പറയാൻ ഉള്ള കാരണം, പ്രത്യേകിച്ച് പണ്ട് കാലത്ത് ഭക്ഷണം കിട്ടിയ നേരത്ത് കഴിച്ചില്ലെങ്കിൽ
പിന്നെ കിട്ടൂല. ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടാത്ത പട്ടിണിയുടെ കാലമായിരുന്നു അത്. അപ്പൊ പ്രത്യേകിച്ച് കഴിച്ചില്ലെങ്കിൽ നിസ്കരിക്കാൻ നിന്ന് എന്തുണ്ടാവും? ഇതിനെക്കുറിച്ചായിരിക്കും ചിന്ത. അത് കിട്ടുമോ ഇനി? അതുപോലെ വിശപ്പുണ്ടാവും. ഇതൊക്കെ അതിന് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിലക്കിന് അതും കാരണമാണ്. അതിന്റെ ഇല്ല കാരണം അതാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം വിളമ്പി വെച്ചാൽ അത് കഴിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. കാരണം ഖൽബിന് ഇതിനോട് തഅല്ലുഖ് ഇല്ലാതിരിക്കാനാണ് ആ പറഞ്ഞത്. ഖൽബിന്റെ ഖുശൂ നഷ്ടപ്പെടാതിരിക്കാൻ. وعن عائشة رضي الله عنها قالت عائشة رضي الله عنها പറയുന്നു سألت رسول الله صلى الله عليه وسلم عن الالتفات في الصلاة. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽത്തിഫാത്തിനെ കുറിച്ച് ചോദിച്ചു. ഇൽത്തിഫാത്തിനെ കുറിച്ച് ചോദിച്ചു. എന്താണ് ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ? തിരിയുക. നിസ്കാരത്തിൽ നിന്ന് നോട്ടം തലമാറ്റുക, തിരിക്കുക എന്നതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു അശ്ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദ്. അത് ഒരു ഇഖ്തിലാസാണ്. ഇഖ്തിലാസ് എന്നാൽ തട്ടിപ്പറിച്ചെടുക്കുക. ആരുടെ തട്ടിപ്പറിച്ചെടുക്കലാണ്? യഖ്തലിസുഹു അശ്ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദ്. ഒരു അബ്ദിന്റെ, ഒരു അടിമയുടെ നിസ്കാരത്തിൽ നിന്ന് ശൈത്താൻ എടുത്തുകൊണ്ട് പോകുന്നതാണത്. എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് അതിന്റെ ഒരു ഭാഗം ആര് കൊണ്ടുപോയി? ശൈത്താൻ കൊണ്ടുപോയി. എത്ര നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തശ്ബീഹാണത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണം പറഞ്ഞു നോക്ക്. എന്ന് പറഞ്ഞാൽ ശൈത്താൻ നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയത് മുതൽ ഹരീസാണ്, അങ്ങേയറ്റം താല്പര്യത്തിലാണ് എങ്ങനെയെങ്കിലും നമ്മൾ നിസ്കാരം ഒന്ന് മോശമാക്കാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസ്കാരം തുടങ്ങിയാൽ ശൈത്താൻ വരും. എന്നിട്ട് പറയും ഉദ്കുർ കഥ, ഉദ്കുർ കഥ, ഉദ്കുർ കഥ, നീ ഇതാലോചിക്കുക, അതാലോചിക്കുക, ഇതാലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യദ്രി കം സല്ലാ, എത്രയാണ് ഞാൻ നിസ്കരിച്ചത് എന്നൊരാൾക്ക് സംശയം തോന്നുന്നത് വരേക്കും ശൈത്താൻ അവനെ കൊണ്ടുപോകും. അത്രത്തോളം കൊണ്ടുപോകും. അപ്പൊ ശൈത്താൻ ഇക്കാര്യത്തിൽ ഹരീസാണ്. അതിന്റെ ഭാഗമാണ് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിലേക്ക് എത്തിക്കുക എന്നത്. ഇത് തെറ്റായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്, നമ്മുടെ നിസ്കാരത്തിന് കോട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊരു മര്യാദയാണ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അഹദുകും ഫിസ്സലാത്തി ഫഇന്നഹു യുനാജി റബ്ബഹ്, നിങ്ങളിൽ ആരെങ്കിലും നിസ്കാരത്തിലായാൽ ഫഇന്നഹു യുനാജി റബ്ബഹ്, അവനവന്റെ റബ്ബുമായി മുനാജാത്തിലാണ്, റബ്ബുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. അതുകൊണ്ട് ഫലാ യബ്സുഖന്ന ബൈന യദൈഹി വലാ അൻ യമീനിഹി, അതുകൊണ്ട് അവർ നിങ്ങളിൽ ഒരാളും തുപ്പരുത്, ബൈന യദൈഹി, മുന്നിൽ തുപ്പരുത്, വലാ അൻ യമീനിഹി, വലതുഭാഗത്ത് തുപ്പരുത്, വലാകിൻ അൻ ശിമാലിഹി തഹ്ത ഖദമിഹി, മറിച്ച് ഇടതുഭാഗത്ത് കാലിനടിയിലായി തുപ്പുക. മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്ന് പറഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള ഒരു കാരണമുണ്ട്. നിരവധി സഹാബിമാർ റിവായത്ത് ചെയ്ത ഒരു സംഭവമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ മുന്നിൽ, ഖിബിലയിലുള്ള ചുമരിൽ റസൂലുള്ള ഒരാൾ തുപ്പിയത് കാണും. തുപ്പിയത് അവിടെ മതിലിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട്, തന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് അത് നീക്കി, അത് മാറ്റിക്കളയാം, വൃത്തിയാക്കുക. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത്. അപ്പോ നമുക്കറിയാം, പണ്ട് കാലത്ത് ഇതുപോലെയല്ല, പള്ളികൾ നിലത്ത് മണ്ണാണ്, അതുപോലെ കല്ലും മണ്ണും ഒക്കെയാണ്. അങ്ങനെയുള്ള കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്, തുപ്പ വന്നാൽ മുന്നിലേക്ക് ഉപ്പരുത്, കാരണം റബ്ബിന്റെ മുന്നിലാണുള്ളത്. അതുപോലെ വലതുഭാഗത്ത് തുപ്പരുത്, മറിച്ച് ഇടതുഭാഗത്ത് കാലിനടിയിലായി തുപ്പുക. അപ്പൊ എന്തായി? തന്റെ കാല് ഉയർത്തി ആ ഭാഗത്ത് തുപ്പുക എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനേക്കാളും ഖൈറായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, സഹാബത്തിന്റെ ഖൗലിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് വന്നാൽ അയാൾ തന്റെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ മിന്തിയിൽ, എന്താണ് മിന്തിയിൽ, ടവലിലോ തുപ്പുക. അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ആർക്കും ദ്രോഹകരമല്ലാത്ത, ആരെയും വെറുപ്പിക്കാത്ത പ്രവൃത്തി അതാകുന്നു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് മസ്ജിദുകളിൽ പാലിക്കേണ്ട മര്യാദകളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ പറയും, പക്ഷെ ഈ സന്ദർഭത്തിൽ അത് പറയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിൽ തുപ്പുക എന്നുള്ളത് ഖതിഅത്തുൻ, അത് തെറ്റാണ്. വകഫാറതുഹാ ദഫ്നുഹാ, വകഫാറതുഹാ ദഫ്നുഹാ, അതിന്റെ പ്രായശ്ചിത്തം എന്താണ്? അത് ദഫ്ന് ചെയ്യുക. എന്താ ദഫ്ൻ? മൂടിക്കളയുക. ഖബറടക്കുന്നതിന് എന്തോ ദഫ്നുൽ മയ്യിത്ത് പറയും. അത് മണ്ണിന്റെ അടിയിലാക്കുക, മൂടിക്കളയുക എന്നതാണ് അതിന്റെ കഫാറ. അപ്പൊ കഫാറത്ത് എന്തിനാ ഉണ്ടാകുക? തെറ്റിനാണ് കഫാറത്ത് ഉണ്ടാകുക. അപ്പൊ തുപ്പിയിട്ട് നമ്മന്റെ പള്ളിയിൽ തുപ്പുക എന്നിട്ട് മൂടിക്കളയാന്നല്ല, പക്ഷെ തുപ്പരുത്. തുപ്പല് തെറ്റാണ്, അത് ഖതിഅത്താണ്. തുപ്പിപ്പോയാൽ അതിന്റെ കഫാറത്ത് എന്താണ്? അത് മൂടിക്കളയാം. അസ്ലൻ പള്ളിയിൽ തുപ്പാൻ പാടില്ല, തെറ്റായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഖിബ്ലക്ക് നേരെ തുപ്പുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഹി വന്നിട്ടുണ്ട്. ആരെങ്കിലും ഖിബ്ലക്ക് നേരെ തുപ്പിയാൽ ഖിയാമത്ത് നാളിൽ അവൻ അത് നെറ്റിയിൽ ആയിക്കൊണ്ട് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ചില ഉലമാക്കൾ അത് എല്ലായിടത്തേക്കും ബാധകമാണെന്ന് പറഞ്ഞു. നിസ്കരിക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ പുറത്താണെങ്കിലും ശരി, ഖിബ്ലക്ക് നേരെ തുപ്പരുത്. കാരണം ആ ഹദീസിൽ ഖിബ്ലക്ക് നേരെ തുപ്പാനേ വന്നിട്ടുള്ളൂ, നിസ്കാരത്തിന്റെ കാര്യമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ച ഉലമാക്കളുണ്ട്. എന്നാൽ ചിലർ പറഞ്ഞു അത് എല്ലാ സമയത്തും ബാധകമല്ല, മറിച്ച് ഏത് സമയത്ത് മാത്രം, നിസ്കരിക്കുമ്പോൾ മാത്രം ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഏറ്റവും അഹ്വത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ കാര്യം നമുക്ക് ഖിബ്ല അറിയുമെങ്കിൽ, നമ്മൾ ഖിബ്ല അറിയുന്ന സ്ഥലത്താണുള്ളെങ്കിൽ, പുറത്താണുള്ളെങ്കിൽ, സൗകര്യവുമുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് തുപ്പാതിരിക്കുക. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ തുപ്പാതിരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കാര്യം. സ്ഥലത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഖിബ്ല അറിയുന്ന സ്ഥലത്താണെങ്കിൽ ഖിബ്ലക്ക് നേരെ അല്ലാതെ തുപ്പാൻ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തുപ്പലാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. വഫഖനല്ലാഹു വഇയ്യാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിന്റെ ചില ഭാഗങ്ങൾ അവരുടെ ഒരു ഖിറാം കൊണ്ട് മറച്ചു. സതറത് ബിഹി ജാനിബ ബൈതിഹാ, വീട്ടിന്റെ വാതിലൊക്കെ ഇടുന്ന ഇന്നത്തെ കർട്ടൻ പോലെ ഉപയോഗിക്കുന്ന തുണിക്കാണ് ഖിറാം എന്ന് പറയുക. പക്ഷെ അതിൽ ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. فقال لها النبي صلى الله عليه وسلم, النبي صلى الله عليه وسلم പറഞ്ഞു, അമീതി അന്നാ ഖിറാമക ഹാദാ, എന്റെ ഖിറാം നമ്മളടുത്ത് നിന്ന് മാറ്റുക. فإنه لا تزال تصاويره تعرض لي في صلاتي, എനിക്ക് നിസ്കരിക്കുമ്പോൾ അത് കാണിക്കപ്പെടുന്നു, അതിലെ ചിത്രങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിവായത്ത്, റസൂലുള്ളാഹിന്റെ ഒരു കുപ്പായം, അബൂജഹം കൊടുത്തയച്ച ഒരു കുപ്പായം. ആ കുപ്പായത്തിൽ ഇതുപോലെ വരയും കുറിയൊക്കെ ഉണ്ടായിരുന്നു, ആകർഷണീയമായ ചില നിറങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അബൂജഹമിന് കൊടുക്കുക, എന്നിട്ട് അംബിജാനിയത്ത് വാങ്ങിയിട്ട് വരിക, ഇതുപോലെ ചിത്രങ്ങളൊന്നും ഇല്ലാത്തത്. ഫൈന്നഹ അൽഹത്നി അൻ സലാത്തി, ഇത് നിസ്കാരത്തിൽ നിന്ന് എന്നെ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും നമ്മുടെ വസ്ത്രത്തിലോ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ പള്ളിയിലോ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ മുന്നിലോ, അതുപോലെ നമ്മൾ എവിടുന്നാണ് നിസ്കരിക്കുന്നത് അവിടെയും ഉണ്ടാകാതിരിക്കുക. അത് ചില ചിത്രങ്ങൾ, ചില നിറങ്ങൾ അങ്ങനെ ആയിരിക്കും, വളരെ ആകർഷണീയമായിരിക്കും, ആളുകൾ നോക്കി പോകുന്ന തരത്തിലുള്ളതായിരിക്കും. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ വരുമ്പോൾ ഇടാതിരിക്കും. അത് ജീവനുള്ളതിന്റെ ആയാൽ അശദ് അശദ്, അത് വളരെ കടുത്തതാണ് അതിന്റെ കാര്യം, സാധാരണ പോലെയല്ല.
വളരെ കടുത്തതാണ്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മളെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. ജീവനുള്ളതിന്റെ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ വസ്ത്രം വാങ്ങാൻ പോയാൽ ഏകദേശം ഒരു 80% ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാത്ത നമുക്ക് കിട്ടും. തീരെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നോക്കിയാൽ കിട്ടുന്നതുണ്ട്. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്, കിട്ടുന്നുണ്ട്, ലഭ്യമാണ്. തീരെ സൂക്കിൽ ലഭ്യമല്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് അങ്ങനെയാണ്. നമ്മളത് വാങ്ങി കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. കുട്ടികളെ നമ്മൾ അതിൽ തർബിയത്ത്, അതിൽ വളർത്തിക്കൊണ്ടുവരാതിരിക്കുക. അതാണ് നമുക്കും അവർക്കും ഏറ്റവും ഹൈർ. അതാണ് നിസ്കാരത്തിൽ അതിന് ജീവനുള്ളതിന്റെ ചിത്രമാണെങ്കിൽ അതിന് വളരെ ഗൗരവമുണ്ട്. നിസ്കാരത്തിലായാലും അല്ലാത്ത സമയത്താണെങ്കിലും. എന്നാൽ നിസ്കാരത്തിൽ ജീവനില്ലാത്തതാണെങ്കിലും ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന നിറങ്ങളും അതുപോലെ വരയും കുറിയും അതുപോലെയുള്ള ചില കുപ്പായത്തിൽ വരുന്ന ചില പ്രത്യേകതകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നിസ്കാരവും മറ്റുള്ളവരുടെ നിസ്കാരവും നമ്മളെ കൊണ്ട് ഇല്ലാതായി പോയത്. പക്ഷെ ഇന്നത്തെ കഥ സുബ്ഹാനല്ലാഹ്, പണ്ട് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ഒരു കാലം വരും, അന്ന് നീ മസ്ജിദിലേക്ക് കയറും, ജമാഅത്ത് നടക്കുന്ന ഒരു മസ്ജിദ്, ഫലാ തറാ ഫീഹി ഖാശിആ, ഒരൊറ്റ ഖുശൂഉള്ള ഒരുത്തനെ പോലും എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയില്ല. പല പള്ളികളുടെയും കഥ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും നമ്മുടെ ഖുശൂ എങ്ങോ പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. വളരെയധികം ശ്രദ്ധിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നൽ റജുല ലതശീബു ആരിദാഹ് വമാ അക്മലല്ലാഹു ലഹു സ്വലാത്തഹ്. ഒരു മനുഷ്യന്റെ താടിരോമങ്ങൾ നരക്കുന്ന കാലം വരെ അയാൾ ജീവിക്കും. പക്ഷെ ഒരു നിസ്കാരം പോലും അള്ളാഹ് പൂർണ്ണമായി അവന് കൊടുത്തിട്ടുണ്ടാവില്ല. പൂർണ്ണമായി കൂലി അള്ളാഹ് കൊടുത്തിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചപ്പോ ഉമർ പറഞ്ഞു, ലാ യുക്മിലു സുജൂദഹ വറുകൂഅഹ വഇഖ്ബാലഹ വഖുശൂഅഹ. അവന്റെ റുക്കൂ വേണ്ടതുപോലെ ആയില്ല, സുജൂദ് വേണ്ടതുപോലെ, ഖുശൂ വേണ്ടതുപോലെ ആയില്ല. നോക്കി ഒരാളുടെ നരക്കുന്നത് വരെ അയാൾ നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരം പോലും പൂർണ്ണമായി അവന് കിട്ടിയില്ല. കാരണം നിസ്കാരം എങ്ങനെയാണ് പൂർണ്ണമായി കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കരിക്കും, അയാൾക്ക് നിസ്കാരത്തിന്റെ 1/3 കിട്ടും, 4/1, 5/1. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10/1 വരെ പറഞ്ഞു. നിസ്കരിക്കുന്നു, പക്ഷെ അവന്റെ പ്രതിഫലം എത്രയാണ് അവന് കിട്ടിയത്? 10/1. ഖുശൂഇനനുസരിച്ചിട്ടാണ്. ആള് വാജിബ് അയാൾ വീടിയിരിക്കുന്നു, ശരിയാണ്. വാജിബ് നിസ്കാരം അയാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര ഖുശൂ ഇല്ലാതെ നിസ്കരിച്ചാലും ശരി, ഖുശൂ കുറഞ്ഞാലും ശരി, അവന്റെ വാജിബ് അവൻ വീടി മാറ്റി നിസ്കരിക്കേണ്ടല്ല. അവൻ നിസ്കാരത്തിന്റെ അർക്കാനുകളും വാജിബാത്തുകളും ചൊല്ലണ്ടൊക്കെ ചൊല്ലിയിട്ടുണ്ട്, ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റി നിസ്കരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഖുശൂ എവിടെ? അതനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രതിഫലം. മാത്രമല്ല നിസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അസറുകളുണ്ട്, ഒരുപാട് ഫലങ്ങൾ, അനന്തരഫലങ്ങൾ, സ്വാധീനം, വലിയ സ്വാധീനമാണ് നിസ്കാരം. അതുകൊണ്ടാണ് അള്ളാഹു 5 നേരം നമുക്ക് നിർബന്ധാക്കിയിട്ടുള്ളത്. ഏറ്റവും അഫ്ളലായ അമൽ നിസ്കാരമാണ്. ഇന്ന സ്വലാത്ത ലതൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. നിസ്കാരം മോശവും വൃത്തികെട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് തടയും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കാരണം നിസ്കാരം ദിക്റാണ്. നിസ്കരിച്ചവന് അടുത്ത നിസ്കാരം വരെ അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും മഅസിയത്തും ഒരുമിച്ച് ഒരിക്കലും വരില്ല. അള്ളാഹിനെ ഓർത്തിട്ട് ഒരുത്തൻ അള്ളാഹിനെ ധിക്കരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതുപോലുള്ള അനവധി സ്വാധീനങ്ങൾ അതിന്റെ അസർ കുറഞ്ഞു പോകും. അതുകൊണ്ടായിരിക്കാം അല്ലാഹു ആലം നിസ്കരിക്കുന്നവൻ തന്നെ തോന്നിവാസിയാകുന്നത്, അവൻ തന്നെ വഞ്ചകനാകുന്നത്, തട്ടിപ്പടുത്തുന്നവനും കളവ് പറയുന്നവനൊക്കെ ആകുന്നത്. അവൻ നിസ്കാരം യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ അസർ ചെലുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു ഖുശൂഅോടെ നിസ്കരിക്കാൻ എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, لينتهين أقوام يرفعون أبصارهم إلى السماء في الصلاة أو لا ترجع إليهم. ما مسلم رواية الحديث.
ലയൻതഹിയൻ അഖ്വാം, ചില ആളുകൾ അവസാനിപ്പിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ താക്കീദിന്റെ സ്വരത്തിലാണ് പറയുന്നത്. ചില ആളുകൾ അവസാനിപ്പിക്കുക തന്നെ വേണം. എന്ത്? യർഫഊന അബ്സാറഹും മിനസ് സമാഇ ഫിസ് സ്വലാ, നിസ്കരിക്കുമ്പോൾ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തുക എന്ന പരിപാടി ചെയ്യുന്നവർ അത് അവസാനിപ്പിക്കുക തന്നെ വേണം. ഔ ലാ തർജിഉ ഇലൈഹിം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവരിലേക്ക് തിരിച്ചു വരികയില്ല. മുകളിലേക്ക് അയച്ചത് താഴോട്ട് വരില്ല കണ്ണുകൾ. ചില റിവായത്തുകളിൽ അത് റാഞ്ചിയെടുക്കപ്പെടും എന്ന് വന്നിട്ടുണ്ട്. വളരെ ശക്തമായ താക്കീതാണ്. നമസ്കരിക്കുമ്പോൾ കണ്ണുകൾ വളരെ ശ്രദ്ധിക്കുക. അതെവിടെയാണ് വേണ്ടത്? മൗദുഉ സുജൂദ്, സുജൂദിന്റെ സ്ഥലത്താണ് വേണ്ടത്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇമാമിനെ നോക്കാവുന്നതാണ്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇമാമിനെ നോക്കാവുന്നതാണ്. അല്ലാത്ത സമയത്തൊക്കെ മൗദുഉ സുജൂദിലായിരിക്കണം കണ്ണുകൾ. കണ്ണടച്ചിട്ടല്ല നിസ്കരിക്കേണ്ടത്, സുജൂദിന്റെ സ്ഥാനത്ത് നോക്കിയിട്ടാണ് നിസ്കരിക്കുന്നത്. കണ്ണടച്ചാലേ എനിക്ക് നല്ല ഖുശൂ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഖുശൂ കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ നിസ്കരിച്ചിട്ടാണ് എനിക്ക് ഖുശൂ കിട്ടേണ്ടത്, അല്ലാതെ സ്വന്തം വക എന്തെങ്കിലും ഉണ്ടാക്കാനല്ല. കണ്ണടക്കാൻ നിസ്കാരത്തിൽ പാടില്ല. മുമ്പിൽ കണ്ണടച്ചില്ലെങ്കിൽ ആകെ ശ്രദ്ധ തെറ്റിക്കുന്ന വല്ലതും പെട്ടെന്ന് വന്ന് നിസ്കരിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ കണ്ണടക്കാൻ ചില മുൻഗാമികൾ അനുമതി നൽകിയിട്ടുണ്ട്. എന്നതല്ലാതെ സാധാരണ നിലക്ക് കണ്ണടച്ച് നിസ്കരിക്കാൻ പാടില്ല. സുജൂദിന്റെ സ്ഥാനത്ത് നോക്ക്, മുകളിലേക്ക് നോക്കാതിരിക്കുക. പല ആളുകളെയും കാണാൻ അവന്റെ കണ്ണുകൾ അങ്ങോട്ടും തൊട്ടടുത്തോട്ടും മുകളിലോട്ടൊക്കെ ഒക്കെ ശീലമായിപ്പോയത്. നിസ്കാരത്തിലൊരു ശ്രദ്ധയും ഇല്ല. തെറ്റായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്, നമ്മുടെ ഖുശൂഇന് എതിരാകുന്ന കാര്യമാണ്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ബിഹദ്റതി തആം വലാ വഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. രണ്ട് സന്ദർഭത്തിൽ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കരുത്. ഒന്ന് ബിഹദ്റതി തആം, നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കൊണ്ടുവച്ചാൽ, വലാ വഹുവ യുദാഫിഉഹു, അതുപോലെ അവൻ നേരിടുന്ന സമയത്ത്. അൽ അഖ്ബസാൻ, അഖ്ബസാൻ എന്ന് പറഞ്ഞാൽ രണ്ട് മാലിന്യങ്ങൾ അഥവാ മൂത്രയിക്കാനോ കാഷ്ടിക്കാനോ തോന്നിയാൽ അപ്പൊ അത് ഖളാഉൽ ഹാജ, അത് നിറവേറ്റിട്ട് വേണം, അത് ആവശ്യം നിർവഹിച്ചിട്ട് വേണം നിസ്കരിക്കാൻ പോകാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഖുശൂഇന് കോട്ടം തട്ടും, ഖുശൂ ഉണ്ടാവുകയില്ല. നിസ്കാരം എന്താണോ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അതുണ്ടാവില്ല. അള്ളാഹിനെ ദിക്ർ ചെയ്യാനാണ് നിസ്കാരം, അതില്ലെങ്കിലും അതിന്റെ മഖ്സൂദ് പോയാലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ഒരാളുടെ ഫിഖ്ഹിൽപ്പെട്ടതാണ്, ഒരാളുടെ ബുദ്ധിയിൽപ്പെട്ടതാണ്, അയാൾക്ക് ദീനിയായി വിവരമുണ്ടെന്നതിൽപ്പെട്ടതാണ്. അയാൾ തന്റെ ആവശ്യങ്ങളൊക്കെ തീർത്ത് ഫാരിഗായ കൽബോട്, ഒഴിഞ്ഞ കൽബോട് നിസ്കാരത്തിന് പോകുമെന്നത്. അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കുക, തർത്തീബാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ വല്ലതും സംഭവിച്ചു പോയാൽ ആ സമയത്ത് ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ആ കാര്യം നിർവഹിക്കുക, മുത്രയിക്കുക, എന്നിട്ട് നിസ്കരിക്കാൻ പോവാം. അത് എല്ലാ സമയത്തും നമ്മൾ ആ നേരത്ത് ജമാഅത്തിന്റെ നേരത്ത് മുത്രയിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് ഒരുങ്ങുന്നില്ല എന്നാണ്. നമുക്കറിയാം സമയം, ഈ സമയത്താണ് നിസ്കാരം, ഈ സമയത്ത് ബാങ്ക് കേൾക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിനു വേണ്ടി ഒരുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وعن أبي هريرة أن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അത്തസാഉബു മിനശ് ശൈത്താൻ فإذا تثاءب أحدكم فليقضم ما استطاع. التثاؤب من الشيطان. തസാഉബ് എന്ന് പറഞ്ഞാൽ കോട്ടുവായിട, അത് മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നാണ്. ഫൈദാ തസാഅബ അഹദുക്കും, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവായിടുകയാണെങ്കിൽ ഫല്യഖ്ലിം, അവനത് അടക്കിപ്പിടിക്കട്ടെ, മസ്തതാഅ, കഴിയുന്ന അത്രയും. ഇമാം തിർമിദിയുടെ റിവായത്തിൽ ഫിസ്സലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിൽ. അപ്പൊ എല്ലാ സമയത്തും തസാഉബ് നമ്മൾ അടക്കി പിടിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്, വലാ യഅവി, എന്താക്കരുത്, അവാ യഅവി എന്ന് പറഞ്ഞ കുർക്കൻ ഓരിയിടുന്നതിനാണ് അവാ യഅവി എന്ന് പറയാം. അതുപോലെ നിങ്ങൾ ഓരിയിടരുത്. ചില ആളുകൾക്കാണ് അങ്ങനെ തന്നെ ഓരിയിടുന്നത്. ഒരു വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ
അങ്ങനെ തന്നെ ചെയ്യുന്നത് കാണാം, കേൾക്കാം. ചിലപ്പോൾ മറന്നുപോകും മനുഷ്യന്മാർക്ക്. ചിലപ്പോൾ ചില സന്ദർഭത്തിലൊക്കെ അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ ആദാബുകളിൽപ്പെട്ടതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകളിൽപ്പെട്ടതാണ്. മറന്നുപോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ശീലമാക്കുക, അത് അടക്കി പിടിക്കാൻ ശീലമാക്കുക. കൈ വായ തുറക്കാതെ അടക്കി പിടിക്കാൻ ശീലമാക്കുക, വായ തുറക്കാതിരിക്കാൻ. അടക്കി പിടിച്ചിട്ട് ഇരിക്കുക, വായ തുറക്കാതിരിക്കാൻ. തുറന്നു പോയാൽ കൈവച്ച് അടക്കുക, തുറന്നു പോയാൽ കൈവച്ച് അത് അടക്കുക. കാരണം അത് ശൈത്താനിൽ നിന്നുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കാരണം തസാഉബ് നമ്മൾ അലസനാക്കുന്ന കാര്യമാണ്. ഒരു അലസതയുടെ ലക്ഷണമാണ് എന്ത്? തസാഉബ് എന്നുള്ളത്. ഇപ്പൊ നമ്മളെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കോട്ട ഇട്ടാൽ പിന്നെ ആരോട് നമുക്ക് ഇത് പറയാൻ തോന്നുമോ? ഇല്ല. എനിക്ക് ആരോട് എണിച്ചു പോകാൻ പറയാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് നിർത്താൻ തോന്നും. അപ്പോ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ചില ആളുകൾ ചിലപ്പോ ഇയാള് പറയുന്നത് നിർത്താൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം. മുമ്പ് പറയുന്നത് കേൾക്കാറുണ്ട്. ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അയാൾ പ്രസംഗം നിർത്താൻ വേണ്ടി എന്ത് ചെയ്യും? മുന്നിലുള്ള ആളുകൾ വാച്ചു നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യാറുള്ളത്, മറ്റുള്ള ആളുകളുടെ പരിപാടിയൊക്കെ ആണെങ്കിൽ ബാങ്ക് കൈയടിച്ചു കളയും, എന്നാ പിന്നെ അയാൾ നിർത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ തസാഉബ് എന്നത് നമ്മൾ എല്ലാത്ത സമയത്തിലും നിസ്കാരത്തിലും അത് ഒതുക്കാൻ ശ്രമിക്കുക. നിസ്കാരത്തിൽ ഒതുക്കിയില്ലെങ്കിൽ ബാക്കിയുള്ള നിസ്കാരത്തിൽ അവൻ അലസനായി പോകും. അപ്പൊ ഖുശൂ ശ്രദ്ധിക്കണം, അത് നഷ്ടപ്പെടരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ഉറക്കം വന്നാൽ ആ സമയത്ത് ദുആ ചെയ്യരുത്. ഉറക്കം വന്നാൽ എന്താക്കരുത്? ഉറക്കം അങ്ങേയറ്റത്തെത്തിയിട്ട് ആ സമയത്ത് ദുആ ചെയ്താൽ എന്താവും? ചിലപ്പോ ഇവൻ യഥാർത്ഥത്തിൽ ബോധത്തിലല്ലുള്ളത്, സ്വന്തത്തിനെതിരായി ദുആ ചെയ്തേക്കും. ദുആ തെറ്റിപ്പോ, വാക്ക് തെറ്റിപ്പോ എന്തായി? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന് മുമ്പ് പൂർണ്ണമായ ഉണർവോടെ പോകാൻ വളരെയധികം ശ്രദ്ധിക്കുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുമാരോട് എന്താണ് പറഞ്ഞത്? ചുരുക്കം നിസ്കരിക്കാൻ പറഞ്ഞു. കാരണം അവന്റെ പിന്നിൽ ദഈഫും മരീദും ദുൽഹാജയുമുണ്ട്. ദുർബലനായ മനുഷ്യർ, കുറെ ഒന്നും നിൽക്കാൻ പറ്റാത്ത, അത്രമാത്രം ആരോഗ്യമില്ലാത്ത ആളുകൾ, അതുപോലെ കബീർ പ്രായമുള്ള ആളുകൾ, വദുൽഹാജ് ആവശ്യമുള്ള ആളുകൾ. അവിടെ എന്തെങ്കിലും അത്യാവശ്യം കഴിഞ്ഞിട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ജമാഅത്ത് ഇത് ഫർദ നിസ്കാരം, അപ്പൊ അതിന് കൂടി അപ്പുറം പോകണം. അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും ഫർദ നിസ്കാരങ്ങളിൽ ഇമാമുമാർ അതിദീർഘമായി ഓതിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് മുമ്പിൽ റസൂലുള്ളാഹി എങ്ങനെയാണോ ഓതിയിരുന്നത് അങ്ങനെ നമ്മളും ഓതുക. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ചുരുങ്ങിയ എന്നാൽ പൂർണ്ണമായ നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളെ പിന്നെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. സല്ലല്ലാഹു നിസ്കാരം എങ്ങനെയാണ്? ചുരുങ്ങിയതാണ്, അത്വലല്ല, പക്ഷേ പൂർണ്ണമാണ്. ഫർദ നിസ്കാരത്തിന്റെ കാര്യമാണ്. സുന്നത്തായ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഉദ്ദേശിച്ചത്ര ഓതാൻ, ഉദ്ദേശിച്ചത്ര നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു, നമ്മോട് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നോക്കി കുറെ നേരം നിന്നാൽ പിന്നെ ചിന്ത മാറും, ഖുശൂ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉറക്കം വരും. ഇത് ഇമാമുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതല്ലാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഉറക്കം പോലെയുള്ള കാര്യങ്ങൾ. അത് നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാതായി പോകുന്ന വണ്ണം, നിസ്കാരത്തിൽ ഉറങ്ങിപ്പോകുന്ന വണ്ണം ആകാതിരിക്കാനുള്ള കരുതൽ നമ്മൾ എടുക്കുക. ഏതുപോലെ നിസ്കരിക്കാതെ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോവുക, അത് നമ്മൾ എത്ര ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് ശേഷമുള്ള സംസാരം വിലക്കിയത്. റസൂലുള്ളാഹി അത് വെറുത്തിരുന്നു എന്നാണ്. ഇശാഇന് മുമ്പുള്ള സംസാരം, ഇശാഇന് മുമ്പുള്ള ഉറക്കവും ഇശാഇന് ശേഷമുള്ള സംസാരം. ഉലമാക്കൾ അതിന്റെ ഇല്ലത്തായി, കാരണമായി പറയുന്നത് എന്താണ്? ഇശാഇന് മുമ്പ് ഉറങ്ങിയാൽ ഇശാ ജമാഅത്ത് നഷ്ടപ്പെടാൻ സാധ്യത. ഇശാഇന് ശേഷം വർത്താനം പറഞ്ഞിരുന്ന് ഉറങ്ങാൻ വൈകിയാൽ ഒന്നുകിൽ ഫജ്ർ അല്ലെങ്കിൽ തഹജ്ജുദ്. തഹജ്ജുദ് അവന് നഷ്ടപ്പെടും. ചിലപ്പോ കുറച്ചധികം നീണ്ടാൽ ഫജ്ർ തന്നെ നഷ്ടപ്പെടും. വലിയ നഷ്ടമാണത്. അതൊക്കെയാണ് നഷ്ടങ്ങൾ. അള്ളാഹു എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് ചെയ്യുകയും പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങൾ പാലിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇനി നമ്മൾ നിസ്കരിക്കുന്ന മസ്ജിദുകളെ സംബന്ധിച്ച ചില ഹുക്മുകൾ, അതിനെക്കുറിച്ച് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസ്. നമ്മൾ നിസ്കരിക്കുന്ന പള്ളികൾ, മസ്ജിദുകൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്? പള്ളികളാണ്, മസ്ജിദുകളാണ്, അവനെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഭൂമിയിലെ സ്ഥലങ്ങൾ ഭൂമിയിലെ സൂക്കുകളാണ്, ചന്തകളാണ്. ചതിയും വഞ്ചനയും കളവ് പറയലും ഒക്കെ അവിടെ നടക്കും. അതുകൊണ്ടാണ് ആദ്യം സൂക്കിൽ കയറുന്നവൻ നീയാകരുത്, ആദ്യം കയറി അവസാനം ഇറങ്ങുന്നവൻ നീയാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൂക്കിൽ അവിടെ ആവശ്യത്തിന് പോവുക, ആവശ്യം നിർവഹിക്കുക, മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ മസ്ജിദുകൾ, അവനെ സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ ബുയൂത്ത്, അതിനെ സംബന്ധിച്ച് ചില മര്യാദകൾ നമ്മൾ പാലിക്കണം. عن عائشة رضي الله عنها قالت أمر رسول الله صلى الله عليه وسلم ببناء المسجد في الدور وأن تنظف وتطيب. صلى الله عليه وسلم കൽപ്പിച്ചു ببناء المساجد, പള്ളികൾ എടുക്കാൻ. ഫിദ്ദുവർ എന്ന് പറഞ്ഞാൽ ദാറുകളുള്ള സ്ഥലത്ത്, കാരണം കുറെ വീടുകളുള്ള സ്ഥലത്ത്, ഹയ്യുകൾ താമസിക്കുന്ന, ഹൈ എന്ന് പറയും അറബികൾ എന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റ്, ആ ഗോത്രം, ചില ഗോത്രങ്ങളാണ് പണ്ട് താമസിച്ചിരുന്നത് ഒരു പ്രദേശത്ത്, ഒരു ഗോത്രം. അങ്ങനെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ ഉള്ള ആളുകളുള്ള സ്ഥലത്ത് പള്ളികൾ പണിയാനും വഅൻ തുനല്ലഫ വതുതയ്യബ, ആ പള്ളികൾ വൃത്തിയാക്കാനും നദീഫായി സൂക്ഷിക്കാനും. തുതയ്യബ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ അത് പറയാവുന്നതാണ്. ഒന്നുകിൽ നല്ല സുഗന്ധം ഉണ്ടാക്കുക, അവിടെ നല്ല മണലൊക്കെ കത്തിച്ച് വെച്ചിട്ട് സുഗന്ധാക്കുക, അല്ലെങ്കിൽ നജസ് നീക്കുക, എന്നിട്ട് നജസിന്റെ അസറും നീക്കുക, നല്ല ശുദ്ധിയാക്കുക എന്നും അതിന് അർത്ഥം പറയാവുന്നതാണ്. അത് രണ്ടും ശരിയാണ്. അള്ളാഹുവിന്റെ പള്ളികൾ നന്നാക്കി സൂക്ഷിക്കുക എന്നത് വളരെ നല്ല പ്രവൃത്തിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചല്ലോ, തഹിർ ബൈതി ലിത്വാഇഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. തഹിർ ബൈതി, എന്റെ ബൈത്ത് നീ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ, അവിടുത്തെ ഭരണാധികാരികൾ അവരുടെ സ്ഥാനപ്പേരായി വരെ സ്വീകരിച്ചിട്ടുള്ളത് ഇത്ര നല്ല പേരാണ്, ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ. രണ്ട് ഹറമുകളുടെ ഖാദിം, ഖിദ്മത്ത് ചെയ്യുന്ന, സേവകനായ ആൾ എന്നാണ് അവരവരുടെ സ്ഥാനപ്പേരായി വരെ സ്വീകരിച്ചിട്ടുള്ളത്. രാജാക്കന്മാര് വലിയ വലിയ സ്ഥാനപ്പേരുകളൊക്കെ സ്വീകരിക്കാറുണ്ടല്ലോ പണ്ടുകാലം മുതലേ. കയറി ഉടനെ ചില പേരുകൾ സ്വീകരിക്കും. ഇപ്പൊ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാർക്കൊക്കെ സാധാരണ ഉള്ള പേരുകളല്ല കയറുമ്പോ, ഷാജഹാൻ, ആലംഗീർ അങ്ങനെയുള്ള പേരുകൾ എന്താണ്, അവരധികാരത്തിലേറിയാൽ എടുക്കുന്ന പ്രത്യേകമായ പേരാണ്. ശരിയായ പേര് വേറുണ്ട്. കയറുമ്പോ എന്താണ് ഒരു പേരും കൂടി സ്വീകരിക്കും. എന്തിനാണ്? അതെ, ലോകത്തിന്റെ രാജാവ്, ലോകത്തെ ഉറപ്പിക്കുന്ന ആൾ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലുള്ള പേരുകൾ. അതിനേക്കാളൊക്കെ എത്ര നല്ല പേരാണ്, ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ. ഇത് ഹറമുകളുടെ ഖിദ്മത്ത് ചെയ്യുന്ന സേവകൻ എന്ന പേര്. അപ്പൊ അത് ഷറഫുള്ള ഒരു പ്രവർത്തനമാണ്, അള്ളാഹുവിൽ സ്ഥാനം നൽകുന്ന പ്രവർത്തനമാണ്. അവന്റെ ബൈത്ത് അത് നന്നായി സൂക്ഷിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വൃത്തിയാക്കാനും അത് ത്വയ്യിബാക്കാനും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പള്ളികൾ നന്നായി സൂക്ഷിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാതലല്ലാഹുൽ യഹൂദ് ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ചില റിവായത്തുകളിൽ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന് പറഞ്ഞാൽ ഈ പള്ളികളിൽ പാടില്ലാത്തതാണ് ഖബറുകൾ മസ്ജിദുകളാക്കിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദി നസ്രാനികളെ ലഅനത്ത് ചെയ്ത് പറയുകയുണ്ടായി. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനു, അവർ അഥവാ നസ്രാനികൾ, അവിടെ ഹബശയിലേക്ക് മുമ്പ് ഹിജറ പോയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരിൽപ്പെട്ട രണ്ട് സഹാബി വനിതകൾ അവിടെ കണ്ട ചില ചിത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, അവരുടെ കെനീസുകളിൽ കണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഫീഹിമുർ റജുലു സ്സാലിഹ് ബനൗ അലാ ഖബ്രിഹി മസ്ജിദ.
അവരിലൊരു സാലിഹായ മനുഷ്യൻ മരണപ്പെട്ടാൽ അവർ അയാളുടെ ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കും. ഉലൈക ശിറാറുൽ ഖൽഖ്, അവരാണ് അള്ളാഹിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശം. ചില റിവായത്തുകൾ വസവ്വറു ഫീഹി തിൽക തസാവിർ വസവ്വറു ഫീഹി തിൽക സുവർ, അവരവിടെ ആ ചിത്രങ്ങൾ ഉണ്ടാക്കും, കൊത്തുപണികൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളിയിൽ ഉണ്ടാക്കുക, മസ്ജിദുകളിൽ ഉണ്ടാക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ മസ്ജിദ് വൃത്തിയായി സൂക്ഷിക്കുക, എല്ലാവിധ മാനവിയായ നജസുകളിൽ നിന്നും ഹിസ്സിയായ നജസുകളിൽ നിന്നും. അതല്ല, ഹിസ്സിയായ നജസുകളിൽ നിന്നും മാനവിയായ നജസുകളിൽ നിന്നും. ഹിസ്സിയ നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റിയ നജസുകളിൽ നിന്നും അതല്ലാത്ത നജസുകൾ, പാടില്ലാത്ത മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും സൂക്ഷിക്കുക പള്ളികളെ. وعن أبي هريرة رضي الله عنه قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, بعث النبي صلى الله عليه وسلم خيلا فجاءت برجل, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുതിര സംഘത്തെ അയക്കുകയുണ്ടായി. فجاءت برجل, അവർ ഒരാളെയും കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ശത്രുവായ ഒരാളെ പിടിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ സൈന്യം വന്നു. ഫറബതൂഹു, അപ്പോൾ നബിയുടെ കൽപ്പന പ്രകാരം അവർ അദ്ദേഹത്തെ കെട്ടിയിട്ടു. വിശാരിയത്ത് മിൻ സവാരിൽ മസ്ജിദ്, പള്ളിയിലെ ഒരു തൂണിൽ. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഉലമാക്കൾ മസ്ജിദുകളെ കുറിച്ചുള്ള മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് കൊണ്ടുവരാനുള്ള കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഹിയറയിലെ അവിടുത്തെ ആ പ്രദേശത്തിന്റെ ഭരണം ഉണ്ടായിരുന്ന സുമാമ ഇബ്ൻ ഉസാൽ ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അദ്ദേഹം ഉംറക്ക് പോകുന്ന സന്ദർഭത്തിൽ, കാഫറുകളും പണ്ട് ഉംറ ചെയ്തിരുന്നല്ലോ, ഹജ്ജൊക്കെ ചെയ്തിരുന്നത്, മുസ്ലിമീങ്ങൾ സഹാബത്തിന്റെ കയ്യിൽ പെട്ടു, പിടിച്ചുകൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം പള്ളിയിലെ ഒരു തൂണിൽ കെട്ടിയിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. എന്താ വേണ്ട, ഞാൻ അങ്ങോട്ട് തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയച്ചുവിടാൻ, കെട്ടിച്ച് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ 3 ദിവസം ഇദ്ദേഹം പള്ളിയിലുണ്ടായിരുന്നു. പള്ളിയിൽ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, സഹാബത്തിനെ, അവരുടെ ഇബാദത്തുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ കാണുക. അങ്ങനെ 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം സുമാമത്ത് ഇബ്നു ഉസാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചുവിടാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പോയി കുളിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. എനിക്ക് ഇതിനു മുമ്പ് ഏറ്റവും വെറുപ്പുള്ള ദീൻ താങ്കളുടെ ദീനാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ താങ്കളുടെ ദീനാണ്. എനിക്കിതിനു മുമ്പ് ഏറ്റവും വെറുപ്പുള്ള മുഖം താങ്കളുടെ മുഖമായിരുന്നു. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം താങ്കളുടെ മുഖമാണ്. അങ്ങനെ മുസ്ലിമായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉംറ ചെയ്തോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ അനുവദിച്ചു. ഉംറക്ക് വേണ്ടി പോയി. അങ്ങനെ വരുമ്പോ തന്നെ ഖുറൈശികൾ വിവരം അറിഞ്ഞിട്ടുണ്ട്, ആള് മുസ്ലിമായിട്ടുണ്ട്. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, യാ സുമാമ സുമാമ നീ സാബി ആയല്ലേ. കാരണം അവരുടെ ദീനിൽ നിന്ന് പുറത്തു പോയ ആളുകളെ സാബിയ എന്ന് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അപ്പൊ അദ്ദേഹം പറഞ്ഞു, വമാ സബഅത് വലാകിന്നി അസ്ലംത്, ഞാൻ സാബി ആയിട്ടില്ല, മറിച്ച് ഞാൻ മുസ്ലിം ആവുകയാണ് ചെയ്തിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി വല്ലാഹി, അല്ലാഹുവാണ്, ഇനി മുഹമ്മദ് പറയുന്നത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വരെ ഹിറയിൽ നിന്ന് ഒരു മണി ധാന്യം നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നായിരുന്നു മക്കയിലേക്ക് വന്നിരുന്നത്. വെറുതെ അല്ല, പൈസ കൊടുത്തിട്ട്. പക്ഷെ പറഞ്ഞു തരൂലെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരും തരൂല. എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ ഖുറൈശികളാകെ ഇടങ്ങാറിലായി, ബുദ്ധിമുട്ടിലായി. അവസാനം അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കളുടെ കുടുംബക്കാരാണ്, താങ്കളുടെ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, അതുകൊണ്ട് സുമാമയോട് പറയണം ഞങ്ങൾ ഭക്ഷണം അന്നം മുടക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന വസ്സാലൻ ലിർറഹിം, കുടുംബബന്ധം ഏറ്റവും നന്നായി ചേർക്കുന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമാമയോട്
കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഇതിൽ നിന്ന് ഉലമാക്കൾ ഒരുപാട് മസാലകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ചിലപ്പോ മുസ്ലിമീങ്ങൾക്ക് തടവുകാരനായി കിട്ടുന്ന ചില ആളെ വലിയുൽ അംറിന് ഭരണാധികാരിക്ക് ചില മസ്ലഹത്ത് തോന്നിയ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെറുതെ ചൂടാം. ചിലപ്പോൾ അതിലായിരിക്കും ഖൈറുണ്ടാവുക. നമുക്കിവിടെ ഖൈറുണ്ടായല്ലോ എന്നതുപോലെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അദി ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ അവരിതുപോലെ പിടിച്ചുകൊണ്ടുവരപ്പെട്ടതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിച്ചു, ഒന്നുമില്ലാതെ മോചിപ്പിച്ചു. അവർ മുസ്ലിമായെന്ന് മാത്രമല്ല, അവർ സഹോദരനായ അദി ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു നസ്രാനിയായിരുന്നു. അദി ബിൻ ഹാത്തിം ഹാത്തിമിനോട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നാ ഇങ്ങനെയാണ് റസൂൽ എന്നോട് ഇങ്ങനെയാണ് പെരുമാറ്. അപ്പൊ അദി ബിൻ ഹാത്തിമും മുസ്ലിം ആവുകയാണ്. അപ്പൊ അങ്ങനെ ചില ഇഹ്സാൻ അതെപ്പോഴും ആളുകളുടെ കൽബിൽ സ്വാധീനം ഉണ്ടാക്കും. ആളുകളെ സഹായിച്ചാൽ, ആളുകൾക്ക് പണമുള്ളവർ പണം കൊടുത്താൽ, അവർ അല്ലാത്ത സമയത്ത് നമ്മൾ ഉപദേശം കേൾക്കുന്നതിന് നന്നായി നമ്മൾ ഉപദേശം കേൾക്കും, സംശയമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ ആളുകൾ എന്തു പറയും, ഉപദേശിക്കാൻ ചെലവൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോ സാധുക്കളായ ആളുകളെ അവർക്ക് വല്ലതും കൊടുത്ത് അവരെ കൽബിനെ ഇണക്കുക എന്നുള്ളത് ഇസ്ലാമിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ഈ എന്താണ് മരുന്നടൽ എന്നൊക്കെ പറഞ്ഞ്, പാലം കെട്ടുക എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പറഞ്ഞ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വഷളാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലുള്ള ഒരു കാര്യമാണ്, ഇസ്ലാമിലുള്ള കാര്യമാണ് ആളുകളെ സഹായിക്കുക, അതിലൂടെ ആളുകളെ കൽബ് ഇണക്കുക എന്നത് ഇസ്ലാമിലുള്ള കാര്യമാണ്. അത് ഇസ്ലാമിലുള്ള കാര്യം തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രശസ്തമായ കാര്യമാണ് അത്. സുമാമത്ത് ഇബ്നു ഉസാലിനെ പള്ളിയിൽ കെട്ടിയിട്ടു. അപ്പോ പള്ളിയിൽ കാഫിറിന് പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതൊരു വിഷയമാണ്. അതിന് ഉലമാക്കൾ മറുപടി പറഞ്ഞിട്ടുള്ളത് മുത്ലഖൻ അത് അനുവദനീയമല്ല. മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം ഇല്ലാതെ അങ്ങ് പാടില്ല. എന്നാൽ ചില ഷർത്തുകളോടെ അത് ആകാം. അതിൽപ്പെട്ടതാണ് അയാൾ പള്ളിയിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും മസ്ലഹത്ത് ഉണ്ടാവുക എന്നത്. ഒന്നുകിൽ പള്ളിയിൽ ചില ജോലികൾ ചെയ്യണം, അത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പള്ളിക്ക് അത്യാവശ്യം എന്തെങ്കിലും ജോലി, നിർമ്മാണ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും, അത് ഈ ആൾക്ക് അറിയാം. അതുകൊണ്ട് അയാൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അയാളെ കൊണ്ടുവന്നു. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാമിലെ ഇബാദത്തുകൾ മനസ്സിലാക്കാൻ ഒരാൾ വന്നു, അയാളെ നമുക്ക് അനുവദിക്കാം. അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, അതിനുവേണ്ടി പള്ളിയിലേക്ക് വരാം. എന്നാൽ അത് അല്ലാത്ത ദുറുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആബസായി വെറുതെ എന്ന് പറഞ്ഞ പള്ളിയൊക്കെ, പഴയ പള്ളിയൊക്കെ ഇപ്പൊ എന്താണ് പുരാതനമായ പള്ളികൾ, അത് കാണാൻ വേണ്ടി, അതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾക്ക് വേണ്ടി കയറ്റുക എന്നുള്ളത് തെറ്റായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ മസ്ലഹത്തുകൾക്ക് വേണ്ടി കയറ്റാവുന്നതാണ്. അതിനുള്ള തെളിവാണ് സുമാമത്ത് ഇബ്നു ഉസാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിർദ്ദേശപ്രകാരം സഹാബത്ത് തൂണിൽ കെട്ടിയിട്ടു എന്നത്. അപ്പൊ കാഫിർ മസ്ജിദിൽ പ്രവേശിക്കുക എന്നത് മുത്ലഖൻ അനുവദനീയമല്ല. എന്നാൽ യജൂസു ബിശുറൂത്ത്, ചില ഷർത്തുകളോടെ അത് അനുവദനീയമാണ്. അടുത്തത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. عمر بن الخطاب رضي الله عنه أن عمر مر بحسان ينشد في المسجد. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമറിന്റെ കാലത്ത് പള്ളിയിലൂടെ നടന്നു പോകുമ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ഷിഅർ അഥവാ കവിത, അത് കവിത പറയുന്നത് കാണുകയുണ്ടായി. ഫലഹള ഇലൈഹി, ഉമർ ഹസ്സാനെ ഒന്ന് നോക്കി, കാരണം ഒരു ഇഷ്ടപ്പെടാത്ത നോട്ടാണ് നോക്കിയത്. ഫഖാൽ, അബു ഹസ്സാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഖദ് കുൻതു ഉൻഷിദു ഫീഹി മൻ ഹുവ ഖൈറും മിൻക. ഞാൻ ഈ പള്ളിയിൽ വെച്ച് ഇതുപോലെ കവിത പറയാറുണ്ട്. ഖദ് കുൻതു ഉൻഷിദു ഫീഹി,
ഖദ് കുൻതു ഉൻഷിദു ഫീഹി, ചില റിവായത്തുകളിൽ വഫീഹി മൻ ഹുവ ഖൈറും മിൻക, അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഞാൻ ഈ പള്ളിയിൽ നിന്ന് മുമ്പ് കവിത പാടാറുണ്ട്, അപ്പോ താങ്കളെക്കാളും ഖൈറായ ആൾ അവിടെ ഉണ്ടായിരുന്നു, താങ്കളെക്കാളും ഖൈറായ ആൾ പള്ളിയിൽ ഉണ്ടായിരിക്കാൻ ഞാൻ എന്ത് ചെയ്യാറില്ല, ഷെയർ ഇവിടുന്ന് പാടാറ്. ആ സഹാബത്തിന്റെ ആ കൗലിൽ ഒരു അവരുടെ ഹക്ക് പറയാനുള്ള അവരുടെ ധൈര്യമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരിക്കാൻ ഇത് പാടാറുണ്ട് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഖുവ്വത്തുള്ള ശക്തിയുള്ള ഒരു പ്രയോഗമാണ്. നമ്മളെക്കാളും ഖൈറായ ആൾ ഉണ്ടായിരിക്കാൻ ഞാനിത് ചെയ്യാറുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മിൻ ശുഅറാഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷായറായിരുന്നു, കവിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച് കവിത പാടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാനോട് പറഞ്ഞു മറുപടി പറയാം. എന്നിട്ട് അള്ളാഹു ഹസ്സാന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹു റൂഹുൽ ഖുദുസിനെ കൊണ്ട് നീ ഹസ്സാനെ സഹായിക്കണേ, റൂഹുൽ ഖുദുസിനെ കൊണ്ട് ജിബ്രീലിനെ കൊണ്ട് ഹസ്സാനെ സഹായിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോ റസൂലുള്ളാഹി ഹസ്സാൻ പറഞ്ഞു, ഞാൻ ഖുറൈശികളുടെ തൊലി ഉരിക്കും. അപ്പൊ ഹസ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാനും ഖുറൈശിയാണല്ലോ, ഖുറൈശികളെ തൊലി ഉരിച്ചാൽ എന്താവും, ഞാനും അതിൽ പെട്ടൂലേ? അപ്പൊ ഹസ്സാൻ പറഞ്ഞു, ഇല്ല, ഞാനിങ്ങനെ ഊരിയെടുക്കും റസൂലെ, അങ്ങനെ ഞാൻ അതിൽ നിന്ന് ആക്ഷേപത്തിൽ നിന്ന് ഊരിയെടുക്കും, എന്നിട്ട് ഖുറൈശികളെ ആക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദിഫാ ചെയ്ത കവിത പാടിയ സഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇതാണ് ഇപ്പൊ മൗലൂദിൻ തെളിവ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയിരുന്നു എന്നാണ് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ കള്ളത്തെളിവുണ്ടാക്കലാണ്, ബാത്തിലായ തഅ്വീലാണ്. ഈ സന്ദർഭത്തിലാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു കവിത പാടിയത്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് നോക്കിയിട്ടല്ല. റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിനാ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം എത്രയോ കാലം സഹാബത്ത് ജീവിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 ഇന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് അവതരിപ്പിക്കുന്ന മൗലൂദ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇവിടെ ചെയ്തു. അപ്പൊ അതല്ല. അപ്പൊ ഇങ്ങനെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി കവിത പള്ളിയിൽ വെച്ച് ആ കവിത അവിടുന്ന് പാടിയിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹസ്സാൻ ഇതുപോലെ ഷിഅർ പള്ളിയിൽ വെച്ച് പാടിയപ്പോൾ ഉമർ നോക്കിയപ്പോഴാണ് ഹസ്സാൻ ഈ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സഹാബത്ത് നബിയുടെ കൂടെ ഇരുന്ന് ജാഹിലിയത്തിലെ ചില ഷിഅറുകൾ, ജാഹിലിയത്ത് കാലത്തുണ്ടായിരുന്ന വളരെ അറിയപ്പെട്ട ചില കവിതകൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് പള്ളിയിൽ വെച്ച് പാടിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തിരുന്നില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ബാത്തിലായ മോശമായ കാര്യങ്ങളില്ലെങ്കിൽ പള്ളിയിൽ വെച്ചത് അനുവദനീയമാണ് എന്നതാണ് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിൽ നിന്ന് തന്നെ ഉലമാക്കൾ തെളിവെടുത്തിട്ടുള്ള കാര്യമാണ് പള്ളിയിൽ വെച്ച് ദുനിയവിയായ സംസാരം അത് മുത്തലഖൻ ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാത്തതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യം പറയാൻ വേണ്ടി പള്ളിയിൽ ഒന്നിരിക്കുക, പള്ളി അതിന്റെ ഒരു വേദിയാക്കുക എന്നത് തെറ്റാണ്. അത് വർദ്ധിപ്പിക്കൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ആയിപ്പോവുക, പരിധി വിട്ടുപോവുക എന്ന്. എന്നാൽ തീരെ ദുനിയാവിന്റെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ്. അല്ലാഹു അലം ചില സഹോദരങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മുമ്പ് നമ്മളൊരു മലപ്പുറം ജില്ലയിൽ ഒരു പള്ളിയിൽ കയറിയിട്ടൊരു സഹോദരനെ പള്ളിയിൽ വെച്ച് കണ്ടു. അപ്പൊ സലാം കൊടുത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോ ഞാൻ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കൈ പിടിച്ച് അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട്, നല്ല ദീൻ പാലിക്കുന്ന ഒരാളാണ്, നല്ല സുന്നത്ത് പാലിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം കൈ പിടിച്ചിട്ട് പുറത്തേക്ക് ചിരിച്ചുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പള്ളിയിൽ വെച്ച് ദുനിയായ സംസാരമാണല്ലോ, അതുകൊണ്ട് വേറെ പരിചയപ്പെടൽ പോലും ബന്ധങ്ങൾ പേരെന്താ എന്ന് ആദ്യമായിട്ട് കണ്ടതാണ് ഒരാളെ. അപ്പോ ഉള്ള പരിചയപ്പെടൽ പോലും പള്ളിയിൽ നിന്ന് പാടില്ല എന്ന് ആ സഹോദരൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയല്ല, മുത്തലഖൻ പള്ളിയിൽ ദുനിയവിയായ ഒന്നും പറയാൻ പാടില്ല എന്നത് തെറ്റാണ്. പറയാം, പക്ഷെ അതിന് ബാത്തിലായ സംസാരങ്ങൾ, മോശമായ സംസാരങ്ങൾ പാടില്ല. അതുപോലെ അത് കൂടിപ്പോകുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ വാതിലങ്ങ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും കയറി പള്ളിയിലിരുന്ന് പറയുക എന്ന സ്വഭാവം ഒരിക്കലും നമ്മൾ ഉണ്ടായിക്കൂടാ. അതുപോലെ ദുനിയാവിന്റെ കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ കമ്പനി അടിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കുക, അത് തെറ്റായ കാര്യമാണ്. പള്ളിയുടെ അകത്ത്
എന്നാൽ പള്ളിക്ക് പുറത്ത് ഉള്ള സ്ഥലം അത് അവിടെ പള്ളിയുടെ ഹുക്കുമ് ബാധകമാണെന്ന് പറയാൻ പാടില്ല. പള്ളിയിൽ കച്ചവടം പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയുടെ വാതിൽക്കൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കച്ചവടം നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ ഹരീർ പട്ടുവസ്ത്ര റസൂലെ വാങ്ങിക്കൂടെ, ഈദിനും വേറുള്ള ആളുകൾ വഫ്ദൊക്കെ കാണാൻ വരുമ്പോ മറ്റുള്ള നിവേദക സംഘങ്ങളൊക്കെ വരുമ്പോ ഇടാലോ എന്ന് പറഞ്ഞത് എപ്പോഴാ? അലബാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പുറത്ത്. പള്ളിക്ക് അകത്ത് ഹറാമായ കാര്യം അവിടെ ഹലാലാണ്, പള്ളിക്ക് പുറത്ത്. അപ്പോ പള്ളിയുടെ പുറത്ത് ഉള്ള ഹുക്കുമല്ല പള്ളിക്കകത്ത്. പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്താണ് പള്ളിന്റെ ഹുക്കുമുകൾ ബാധകമാകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പള്ളിക്കകത്ത് നിസ്കാരത്തിലും ഖുർആനോത്തിലും ദിക്റിലും ആയിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. പള്ളിക്കകത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, പള്ളിക്ക് പുറത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. പുറത്തുനിന്ന് ഒച്ചയമ്പളി ഉണ്ടാക്കി ഉള്ളിലുള്ള ആളുകളുടെ ശ്രദ്ധ നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. എല്ലാത്തിനും നമ്മൾ സൂക്ഷിക്കുക, പരിധി വിടാതിരിക്കുക, അതിര് കടന്നു പോകാതിരിക്കുക. വല്ലാഹുൽ മുവഫിഖ്. والله أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.